ചെറുപ്പക്കാരും പ്രായമായവരും ഉൾപ്പെടെ രാജ്യത്ത് ഉടനീളമുള്ള 10,000-കണക്കിന് പേരുടെ തൊഴിൽ ദാതാവാണ് ഭക്ഷണ വിതരണ ശൃംഖലയായ സ്വിഗ്ഗി. ഇപ്പോഴിതാ നൂറുകണക്കിന് സ്വിഗ്ഗി ജീവനക്കാർ ശതകോടീശ്വരന്മാർ ആകാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സ്വിഗ്ഗി സ്റ്റോക്ക് മാർക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 420 രൂപയ്ക്കാണ് സ്വിഗ്ഗി ഓഹരികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ IPO അതായത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് തുകയായ 390-നേക്കാൾ 7.7% പ്രീമിയമാണ് നിലവിൽ പ്രതിഫലിക്കുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ BSE അതായത് സ്വിഗ്ഗിയുടെ ഓഹരികൾ 412 രൂപയ്ക്കാണ് ഓപ്പൺ ചെയ്തത്. IPO തുകയേക്കാൾ 5.6 വർധനവാണ് ഉണ്ടായത്. ഈ ലിസ്റ്റിൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനിലും സ്വാധീനം ചെലുത്തും. ഏകദേശം 500 ജീവനക്കാരെ കോടീശ്വരന്മാരാക്കുന്ന ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിലെ ഏറ്റവും വലിയ സമ്പദ് സൃഷ്ടിക്കലുകളിൽ ഒന്നായാണ് ഈ IPO കണക്കാക്കപ്പെടുന്നത്. എന്താണ് IPO? എങ്ങനെ നിക്ഷേപിക്കാം? ഒരു കമ്പനിയോ കോർപ്പറേഷനോ തങ്ങളുടെ ഓഹരിയുടെ ഒരു ഭാഗം സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പൊതുജനങ്ങൾക്ക് വിൽക്കുന്നതിനെയാണ് IPO എന്ന് പറയുന്നത്. ഒരു സ്വകാര്യ കമ്പനി തങ്ങളുടെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വിൽക്കുന്ന പ്രക്രിയയാണിത്. IPO വഴി കമ്പനി സ്വരൂപിക്കുന്ന മൂലധനം പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനും കടം വീട്ടുന്നതിനും അല്ലെങ്കിൽ ഗവേഷണത്തിനും വികസനത്തിനും ധനസഹായം നൽകുന്നതിനും മറ്റുമായി വിനിയോഗിക്കാം. ഒരു കമ്പനി തങ്ങളുടെ ഓഹരികൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അത് പരസ്യമായി ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറുകയും നിക്ഷേപകരെ ഓഹരികൾ ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങാനും വിൽക്കാനും അനുവദിക്കുകയും ചെയ്യുന്നു. ഒരു കമ്പനി ഇന്ത്യൻ IPO ലിസ്റ്റിൽ യോഗ്യത നേടുന്നത് സെബി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്താണ് സ്വിഗ്ഗിയുടെ പ്രവർത്തനം? സ്വിഗ്ഗിയുടെ ഡ്രാഫ്റ്റഡ് ഹെയറിംഗ് പ്രോസ്പെക്ട്സ് സെപ്റ്റംബർ വരെയുള്ള മൊത്തം ജീവനക്കാരുടെ സ്റ്റോക്ക് ഓപ്ഷനുകളുടെ ആകെ എണ്ണം 231 ദശലക്ഷമാണ്. IPOയുടെ ഉയർന്ന വിലയായ 390 രൂപയെ അടിസ്ഥാനമാക്കി മൂല്യം 946.65 കോടി രൂപയും. ഇത് 500ഓളം സ്വിഗ്ഗി ജീവനക്കാർക്ക് ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. ഇത്തരത്തിൽ മൊത്തം 5000-ഓളം ജീവനക്കാർക്ക് ESOP പേ ഔട്ടുകളിൽ നിന്ന് പ്രയോജനം ലഭിക്കും. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് മേഖലയിലെ ഏറ്റവും വലിയ ESOP പേ ഔട്ടാണിത്. സെബി നിർബന്ധിത 1 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് മറികടന്ന് IPO കഴിഞ്ഞ് 1 മാസത്തിന് ശേഷം ഓഹരികൾ വിൽക്കാൻ സ്വിഗ്ഗി തങ്ങളുടെ ജീവനക്കാർക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. സ്വിഗ്ഗി സ്ഥാപകർക്കും മാനേജ്മെന്റിലെ ഉന്നതർക്കും ഏറ്റവും പുതിയ സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാനിൽ ഏകദേശം 2600 കോടി രൂപയുടെ ESOPകൾ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ സ്വിഗ്ഗി സ്ഥാപകനും CEOയുമായ ശ്രീഹർഷ മെജറ്റി, സ്ഥാപകരായ നന്ദൻ റെഡ്ഡി, ഫാണി കിഷൻ അദ്ദേപ്പള്ളി എന്നിവരും ഉൾപ്പെടുന്നു. 50 കോടിയുടെ സ്വത്ത് ലഭ്യമാകാൻ പോകുന്നവരിൽ മാനേജ്മെന്റിലെ 9 പേരാണ് ഉൾപ്പെടുന്നത്. സെബിയുടെ പങ്ക് 2024 ഏപ്രിലാണ് കോൺഫിഡൻഷ്യൽ ഫയലിംഗ് റൂട്ടിലൂടെ സ്വിഗ്ഗി IPOയ്ക്കായി കരട് രേഖകൾ സെബിയിൽ സമർപ്പിച്ചത്. സ്വിഗ്ഗി എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ 2015, സ്വിഗ്ഗി എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ 2021, സ്വിഗ്ഗി എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ 2024 എന്നിങ്ങനെ 3 ESOP പ്ലാനുകൾ സ്വിഗ്ഗി അവതരിപ്പിച്ചതായി DHRP റിപ്പോർട്ടിൽ കാണിക്കുന്നു. IPO കഴിഞ്ഞ് 1 മാസത്തിന് ശേഷം ഓഹരികൾ വിൽക്കാൻ സ്വിഗ്ഗി ജീവനക്കാരെ സെബി അനുവദിച്ചതും വലിയ നേട്ടമായി. പ്രാഥമിക ഫയലിംഗുകളുടെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ കമ്പനികളെ അനുവദിച്ചുകൊണ്ട് 2022 സെബി പ്രീ ഫയലിംഗ് റൂട്ട് അവതരിപ്പിച്ചതും സ്വിഗ്ഗിക്ക് നേട്ടമായി മാറി. പുതുക്കിയ DHRP ഫയൽ ചെയ്യുന്നതുവരെ നിർദ്ദേശിച്ച പുതിയ ഷെയറുകളുടെ എണ്ണം 50% വരെ ക്രമീകരിക്കപ്പെടാനും സാധിക്കും. സ്വിഗ്ഗി തങ്ങളുടെ വരുമാനം 2024 സാമ്പത്തിക വർഷത്തിൽ 36% വർദ്ധിപ്പിച്ച് 11,247 കോടി രൂപയായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൂടാതെ 6% ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു.